Students, welcome back to my class. So today we were going with a new topic, that is Introduction to Applied Entomology. Okay. So entomology എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. entomology എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സിനെയാണ് എന്ത് പറയുന്നത്, entomology എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി entomology എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ എക്കണോമിക്കൽ സിഗ്നിഫിക്കൻസോ പഠിക്കുന്നില്ല, അതിൽ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എക്കണോമിക് സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്, ഇൻസെക്ട്സിൻ്റെ പ്രാക്ടിക്കലി ഉള്ള ഇമ്പോർട്ടൻസ്, എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന വേറെ ഒരു ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്, അപ്ലൈഡ് entomology അല്ലെങ്കിൽ എക്കണോമിക് entomology എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. entomology എന്ന് പറഞ്ഞാൽ സിംപ്ലി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. ആൻഡ് ദ ബ്രാഞ്ച് ഓഫ് entomology ഒരു ബ്രാഞ്ച് ആണ് ഡീലിംഗ് വിത്ത് ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് ഈസ് നോൺ ആസ് അപ്ലൈഡ് അല്ലെങ്കിൽ എക്കണോമിക് entomology. And it is mainly concerned with the manipulation of insects, both useful and harmful, for the advantage of mankind. അവരെന്ത് ചെയ്യുന്നു, ഇൻസെക്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അത് യൂസ്ഫുൾ ആയിക്കോട്ടെ ഹാംഫുൾ ആയിക്കോട്ടെ, ഈ രണ്ട് ഇൻസെക്ട്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ അഡ്വാൻറ്റേജ് ഓഫ് മാൻകൈൻഡ്. നമ്മൾ ഹ്യൂമൻസിൻ്റെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് നമ്മൾ ബോത്ത് യൂസ്ഫുൾ ഇൻസെക്ട്സ് ആയാലും ഹാംഫുൾ ഇൻസെക്ട്സിനായാലും മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് എക്കണോമിക് entomology അല്ലെങ്കിൽ അപ്ലൈഡ് entomology വരുന്നത്. ഇനി ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട് അപ്ലൈഡ് entomology. അത് ഏതൊക്കെയെന്ന് നോക്കാം. സോ അപ്ലൈഡ് entomology ഈസ് എ ബ്രോഡ് ഫീൽഡ് ഓഫ് entomology വിത്ത് ന്യൂമറസ് ബ്രാഞ്ചസ്, ആൻഡ് ഇറ്റ്സ് മെയിൻ ബ്രാഞ്ചസ് ഇൻക്ലൂഡ് agriculture entomology, medical entomology, veterinary entomology, forensic entomology, forest entomology, industrial entomology, nutrition entomology and cultural entomology. ഇത്രയും ബ്രോഡായുള്ള ഒരു ഫീൽഡാണ്, അത്രയും ബ്രാഞ്ചസ് അതിൽ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അഗ്രികൾച്ചറൽ entomology. എന്താണ് അഗ്രികൾച്ചറൽ entomology എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് entomology കൺസേൺ വിത്ത് അഗ്രികൾച്ചറൽ പെസ്റ്റ്. അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്രോപ്സിൻ്റെ ഒക്കെ അവരുടെ പെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ച് പഠിക്കുന്ന എന്താണ് ബ്രാഞ്ച് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ entomology എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് സ്റ്റഡി ഓഫ് ബയോളജി ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് അഗ്രികൾച്ചറൽ ഇൻസെക്ട് പെസ്റ്റ്, ദെയർ ഹാംഫുൾ ഇഫക്ട്സ് ഓൺ ക്രോപ്പ് പ്ലാന്റ്സ് ആൻഡ് വാരിയസ് മെത്തേഡ്സ് ഓഫ് ദെയർ കൺട്രോൾ. ഒരുപാട് ക്രോപ്പ് പ്ലാന്റ്സിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇൻസെക്റ്റുകൾ ഉണ്ടാവില്ല, ഇൻസെക്ട് പെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആ ക്രോപ്പ് പ്ലാന്റ്സിന് വരുന്ന നാശങ്ങൾ, അതുപോലെ നഷ്ടങ്ങൾ, അപ്പോൾ അത് പഠിക്കുന്നതിന് എന്ത് വേണം, നമുക്ക് ആ ഇൻസെക്ട് പെസ്റ്റിൻ്റെ ലൈഫ് ഹിസ്റ്ററി നോക്കണം, അതിനെ എവിടെ കൺട്രോൾ ചെയ്യണം നോക്കണം. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് അഗ്രികൾച്ചറൽ entomology എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് കൺസേൺ വിത്ത് അഗ്രികൾച്ചറൽ പെസ്റ്റ്. ഇനി രണ്ടാമത്തെയാണ് മെഡിക്കൽ entomology. എന്താണ് മെഡിക്കൽ entomology എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ്. അതായത് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസിൽ വരുന്ന ഇൻസെക്ട്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെ എന്ത് പറയുന്നത് മെഡിക്കൽ entomology. മെയിൻലി പറയുന്നത് ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് വിച്ച് സെർവ് ആസ് വെക്ടേഴ്സ് ഓർ കാരിയേഴ്സ് ഓഫ് ഹ്യൂമൻ ഡിസീസസ്. ഒരുപാട് ഹ്യൂമൻ ഡിസീസിൻ്റെ കാരിയേഴ്സായിട്ട് അല്ലെങ്കിൽ വെക്ടേഴ്സായിട്ട് എന്ത് ആക്ട് ചെയ്യാറുണ്ട്, ഇൻസെക്ട്സ് ആക്ട് ചെയ്യാറുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോസ്കിറ്റോ ഒരു വെക്ടറാണല്ലോ, ഒരുപാട് അസുഖങ്ങൾ കോസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇൻസെക്ട് വെക്ടേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസീസിൻ്റെ കാരിയേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന അങ്ങനെയുള്ള വെക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ഇൻസെക്ട്സുകൾ ഉണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് മെഡിക്കൽ entomology. സോ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇമ്പോർട്ടൻസ് വരുന്ന ഇൻസെക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ചാണ് മെഡിക്കൽ entomology. ആൻഡ് ഓൾസോ അവരെങ്ങനെയാണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ കുറിച്ചിട്ട് ആണ് ഈ മെഡിക്കൽ entomology നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് വെറ്റിനറി entomology. എന്താണ് വെറ്റിനറി entomology? സ്റ്റഡി ഓഫ് ദ ഇൻസെക്ട് പെസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. നമുക്ക് ഡൊമസ്റ്റിക് അനിമൽസ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. ഈ ഡൊമസ്റ്റിക് അനിമൽസിൻ്റെ മുകളിൽ ഒരുപാട് ഇൻസെക്ട് പെസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചറൽ ക്രോപ്സിൻ്റെ മുകളിൽ വരുന്ന പോലെ തന്നെ പ്ലാന്റ്സിന് പെസ്റ്റുകളുടെ പോലെ തന്നെ എന്തുണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ മുകളിൽ ഒരുപാട് പെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ഇൻക്ലൂഡ്സ് സ്റ്റഡി ഓഫ് ആനിമൽ പെസ്റ്റ്, ദ വേ ഇൻ വിച്ച് ദേ ആർ ഹാംഫുൾ ടു അനിമൽസ്. ഏതൊക്കെയാണ് അനിമൽ പെസ്റ്റുകൾ, അവരെങ്ങനെയാണ് അനിമൽസിനെ ഹാം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ മെഷേഴ്സ് എടുത്താലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ബ്രാഞ്ച് ആണ് എന്ത് പറയുക വെറ്റിനറി entomology എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റഡി ഓൺ ബ്ലഡ് സക്കിങ് ഇൻസെക്ട്സ്, ബൈറ്റിംഗ് ഇൻസെക്ട്സ്, മയാസിസ് ഇൻസെക്ട്സ് എക്സെട്ര ആർ എക്സാമ്പിൾസ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെള്ളെന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഡോഗ് ഫ്ലീ, റാറ്റ് ഫ്ലീ, അങ്ങനെ ഒരുപാട് പെസ്റ്റുകളുണ്ട് എനിമൽസിൻ്റെ മുകളിൽ. അപ്പോൾ അവരൊക്കെ അങ്ങനെയുള്ള ബ്ലഡ് സക്കിങ് ഇൻസെക്ട്സ്, ബൈറ്റിംഗ് ഇൻസെക്ട്സ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് അതിൽ വരുന്നുണ്ട്. അവരെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത് പറയുക വെറ്റിനറി entomology എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോറൻസിക് entomology. ആ വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഒരു ക്രൈം ഡിറ്റക്ഷൻ അതിലൊക്കെ വരുന്ന ഒരു സ്റ്റഡിയാണ് നോക്കാം. സോ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് അപ്ലൈഡ് entomology വിച്ച് വുഡ് ഹെൽപ്പ് ദ കോർട്സ് ഓഫ് ലോ ടു ഐഡൻറ്റിഫൈ ആൻഡ് ബുക്ക് ക്രിമിനൽസ് ഹു ഹാവ് കമ്മിറ്റഡ് എ ക്രൈം. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രിമിനൽസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊക്കെ പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബ്രാഞ്ച് യൂസ് ചെയ്യാം, ഫോറൻസിക് entomology യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറെ രീതി പറയുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് വിച്ച് ആർ അറ്റ് ദ സർവീസ് ഓഫ് ഫോറൻസിക് സയൻസ്. ഫോറൻസിക് സയൻസിൽ ചില ഇൻസെക്ട്സിനെ അവർ യൂസ് ചെയ്യാം.
ക്രൈം തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസെക്ട്സിനെ യൂസ് ചെയ്യുക. ദീസ് ഇൻസെക്ട്സ് പ്രൊവൈഡ് മെറ്റീരിയൽസ് വിച്ച് ദേ ഹാവ് കളക്റ്റഡ് ഫ്രം ഓർ അറൗണ്ട് ദ ബോഡി ഓഫ് ദ വിക്ടിം ഓഫ് എ ക്രൈം. ഒരു ക്രൈമിൻ്റെ വിക്ടിമായുള്ള ആളുടെ എന്താണ് അവിടെ നിന്ന് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അവർ ബോഡിയിൽ നിന്ന് കളക്ട് ചെയ്യാം ഇൻസെക്ട്സിന്. ഓക്കെ, ദീസ് മെറ്റീരിയൽസ് ആർ പ്രോബബ്ലി ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ ദ പേഴ്സൺ ഹു ഹാസ് കമ്മിറ്റഡ് ദ ക്രൈം. ആ ക്രൈം നടത്തിയ ആളായിരിക്കും എന്തുണ്ടാവുക, അവരവിടെ എന്താണ് ഒഴിവാക്കി പോയ സാധനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അത് ഇൻസെക്ടിനെ യൂസ് ചെയ്ത് കളക്ട് ചെയ്യാം. സോ ദ അനാലിസിസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് മെറ്റീരിയൽസ് വുഡ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ ക്രിമിനൽ. അപ്പോൾ ആ ക്രിമിനലിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ മനസ്സിലാക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെറ്റീരിയൽസ് എക്സാമിൻ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ഫോറൻസിക് എൻഡമോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇങ്ങനെയുള്ള ഇൻസെക്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫോറസ്റ്റ് എൻഡമോളജി. എന്താണ് ഫോറസ്റ്റ് എൻഡമോളജി? The study of insects which damage forest trees mainly include the study of defoliators, sapsuckers, wood borers, etc. ഓക്കെ, എന്താണ് ഫോറസ്റ്റ് ട്രീസിലൊക്കെ വരുന്ന ഇൻസെക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അതിൽ വരുന്ന ഡീഫോളിയേറ്റേഴ്സ്, സാപ്സക്കേഴ്സ്, വുഡ് ബോറേഴ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഒരുപാട് ഇൻസെക്ട്സ് വരുന്ന ആൾക്കാരുണ്ട്, അവരെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫോറസ്റ്റ് എൻഡമോളജി. പിന്നെ വരുന്നു ഇൻഡസ്ട്രിയൽ എൻഡമോളജി. ഇൻഡസ്ട്രിയൽ എൻഡമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ എക്കണോമിക്കലി യൂസ്ഫുൾ ഇൻസെക്ട്സ് വിച്ച് ഈൽഡ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ്. ഒരുപാട് ഇൻസെക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് എന്ത് തരുന്നുണ്ട്, യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റ് തരുന്ന ഇൻസെക്ട്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽക്ക് മോത്ത് നമുക്ക് അറിയാമല്ലോ അല്ലേ, സിൽക്ക് ഇൻസെക്ട്സ്. അതിനാണ് എന്തുണ്ടാക്കുന്നത്, പട്ടുനൂൽ പുഴു, അതിനാണ് എന്തുണ്ടാക്കുന്നത്, സിൽക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുപോലെ ഹണി ബീസ്, പിന്നെ ലാക്ക് ഇൻസെക്ട്സ്, അങ്ങനെ ഒരുപാട് ഇൻസെക്ട്സിന് എന്ത് കിട്ടുന്നുണ്ട്, എക്കണോമിക്കലി കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ എൻഡമോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂട്രീഷണൽ എൻഡമോളജി. സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് വിച്ച് ആർ യൂസ്ഡ് ബൈ മാൻ ആസ് സോഴ്സ് ഓഫ് ഫുഡ്. അതെന്താണ്, നമ്മൾ സോഴ്സ് ഓഫ് ഫുഡായിട്ട് ഒരുപാട് ഇൻസെക്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്ത്, ന്യൂട്രീഷണൽ എൻഡമോളജി എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറൽ എൻഡമോളജി. Study of the marvelously designed, beautifully colored and highly fascinating insects and their collection and preservation to meet the cultural and aesthetic requirements of mankind. ഇപ്പോൾ നമ്മൾ ഡിസൈനിങ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതായത് ബ്രൈറ്റ്ലി ബ്യൂട്ടിഫുള്ളി കളേർഡ് ആയിട്ടുള്ള ഫാസിനേറ്റിംഗ് ആയുള്ള ഇൻസെക്ട്സ്. ഒരുപാട് നമ്മൾ ഇൻസെക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡായുള്ള ഒരു ഏരിയയാണ്, അവിടെ ഒരുപാട് വെറൈറ്റി കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ കാണുന്ന അങ്ങനെ ബ്യൂട്ടിഫുള്ളി കളേർഡ് ആയിട്ടുള്ള ഹൈലി ഫാസിനേറ്റിംഗ് ആയുള്ള ഇൻസെക്ട്സിനെ കളക്ട് ചെയ്തിട്ട് അവരെ പ്രിസർവ് ചെയ്യുക, ഒരു എസ്തെറ്റിക് റിക്വയർമെൻറ്റിന് വേണ്ടി പ്രിസർവ് ചെയ്യുന്നതിനൊക്കെയാണ് ആ ഒരു ബ്രാഞ്ചാണ് എന്ത്, കൾച്ചറൽ എൻഡമോളജി എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് എൻഡമോളജി, സ്റ്റഡി ഓഫ് ഇൻസെക്ട്സിനെ എൻഡമോളജി എന്ന് പറയുന്നു. അവരുടെ ഒരു എക്കണോമിക് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ആ ബ്രാഞ്ചിനെയാണ് അപ്ലൈഡ് അല്ലെങ്കിൽ എക്കണോമിക് എൻഡമോളജി എന്ന് പറയുന്നത്. ആ അപ്ലൈഡ് എൻഡമോളജിയുടെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത്രയാണ് ക്ലാസ്സിൽ പറയാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എന്താണ് ഇൻസെക്ട്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.